എല്ലാവർക്കും ഹിസ്റ്ററി ഓഫ് രാമായണയുടെ പാർട്ട് 3 സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് സീതാ സ്വയംവരവും ശ്രീരാമൻ്റെ വനവാസവുമായി ബന്ധപ്പെട്ട കഥയാണ്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. പതിവ് കർമ്മങ്ങൾക്ക് ശേഷം വിശ്വാമിത്രൻ്റെ മുൻപിലെത്തിയ രാമലക്ഷ്മണന്മാരോട് അദ്ദേഹം വിദേഹ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ മിഥിലാപുരിയിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞു. അവിടെ ജനക മഹാരാജാവിൻ്റെ വളർത്തുപുത്രിയായ സീതാദേവിയുടെ സ്വയംവരം നടക്കാൻ പോവുകയാണത്രേ. കൊട്ടാരത്തിൽ ലോകപ്രസിദ്ധമായിട്ടുള്ള ത്രയംബകം എന്ന ശിവൻ്റെ ഒരു വില്ല് ഇരിപ്പുണ്ട്. അത് കാണുവാൻ കൂടിയാണ് ഈ യാത്രയെന്നും മഹർഷി പറഞ്ഞു. രാമലക്ഷ്മണന്മാർക്ക് സന്തോഷമുണ്ടായി. ആശ്രമവാസികളോട് അധികം വൈകാതെ താൻ മിഥിലയിൽ നിന്നും ഗംഗയുടെ വടക്കുള്ള ഹിമാലയത്തിൽ തപസ്സിന് പോവുകയാണെന്നും ആശ്രമകാര്യങ്ങൾ നോക്കി മുനിധർമ്മമനുഷ്ഠിച്ചു കഴിയാനും ഏൽപ്പിച്ചിട്ട് യാത്ര ആരംഭിച്ചു. വഴിമധ്യേ യാത്രാക്ഷീണമകറ്റാൻ മഹർഷി പറഞ്ഞ കഥകൾ അവർക്ക് അറിവുമേകിക്കൊണ്ടിരുന്നു. അവർ പുഷ്പവനവും ശരവണപ്പൊയ്കയും ഗംഗയും പിന്നിട്ട് പോകുന്നത് വഴി ഗൗതമ മഹർഷിയുടെ ശൂന്യമായ ആശ്രമ പരിസരത്ത് അവർ എത്തിച്ചേർന്നു. ഭർത്താവായ ഗൗതമൻ്റെ ശാപം മൂലം ഭാര്യ അഹല്യ ഒരു കല്ലായി അവിടെ വീട്ടുമുറ്റത്ത് കിടന്നിരുന്നു. അഹല്യയുടെ കഥ വിശ്വാമിത്രൻ പറഞ്ഞു കൊടുത്തു. രാമൻ്റെ കൈപിടിച്ച് ശിലയുടെ അടുത്ത് കൊണ്ടുപോയി അതിൽ പാദസ്പർശമേൽപ്പിക്കുവാൻ നിർദ്ദേശിച്ചു. ശ്രീരാമൻ്റെ പാദസ്പർശമേറ്റ ക്ഷണത്തിൽ കല്ലായി കിടന്നിരുന്ന അഹല്യക്ക് ശാപമോക്ഷം ലഭിച്ചു. രാമനെ വണങ്ങിയ അവരെ തൻ്റെ ആശ്രമത്തിലേക്ക് എതിരേറ്റു കൊണ്ടുപോയി പൂജിച്ചു സൽക്കരിച്ചു. രാമനും ലക്ഷ്മണനും അഹല്യയുടെ കാൽക്കൽ നമസ്കരിച്ചു. പെട്ടെന്ന് അവിടെ ഗൗതമനും പ്രത്യക്ഷനായി. അദ്ദേഹം അഹല്യയെ സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. പിന്നീട് ഇരുവരും രാമലക്ഷ്മണനോടും വിശ്വാമിത്രനോടും യാത്ര പറഞ്ഞ് തപസ്സിനായി പുറപ്പെട്ടു. വിദേഹ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ മിഥിലാപുരിയിൽ രാമലക്ഷ്മണന്മാരും വിശ്വാമിത്രനും എത്തി. സ്വയംവര മഹോത്സവത്തിൻ്റെ ആദ്യ ചടങ്ങുകൾ നടക്കുകയാണ് അവിടെ. ജനക മഹാരാജാവിൻ്റെ ക്ഷണമനുസരിച്ച് അവിടെ നിരവധി രാജാക്കന്മാർ എത്തിയിട്ടുണ്ട്. യാഗഭൂമി ഉഴുതുകൊണ്ടിരിക്കെ ജനകന് കിട്ടിയ പെൺകുട്ടിയാണ് സീത. സന്താനമില്ലാതെ ദുഃഖിച്ചിരുന്ന അദ്ദേഹത്തിന് സീത യഥാർത്ഥത്തിൽ ഒരു പുത്രിയായി തന്നെ തീർന്നു. ഈ സീതയെ അസാധാരണ സാമർഥ്യമുള്ള ഒരു രാജകുമാരനെ കൊണ്ട് വിവാഹം ചെയ്യിക്കുവാൻ അദ്ദേഹം നിശ്ചയിച്ചു. അതിന് അദ്ദേഹത്തിൻ്റെ കൈവശം വന്നു ചേർന്ന ശൈവചാപം എടുത്ത് ഞാണേറ്റുന്ന ആൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാമെന്ന ഒരു പരീക്ഷണവും ഏർപ്പെടുത്തി. ജനകമന്ത്രിയായ ചദാനന്ദൻ രാജനിർദ്ദേശപ്രകാരം പ്രസ്തുത ത്രയംബകം വില്ല് കൊണ്ടുവന്നു. മുറപ്രകാരം ഓരോ രാജാക്കന്മാരും അതെടുത്ത് കുലയ്ക്കുവാനുള്ള പരീക്ഷണം തുടങ്ങി. ചിലർക്ക് അതനക്കുവാൻ പോലും കഴിഞ്ഞില്ല. മറ്റു ചിലർ ഉയർത്തിയെങ്കിലും വില്ലോടുകൂടി അടുത്ത ക്ഷണത്തിൽ നിലംപതിച്ചു. സീതയുടെ സൗന്ദര്യാധികാരത്തിൽ ഭ്രമിച്ച രാവണൻ പോലും ആ വില്ലെടുത്ത് കുലയ്ക്കുവാൻ എത്തിയിരുന്നു. പക്ഷേ ആ ദിവ്യായുധം എടുത്തുപൊക്കുന്ന വേളയിൽ കൈതെറ്റി രാവണൻ അതിനിടയിൽപ്പെട്ട് മരണവെപ്രാളം കാട്ടിക്കൂട്ടുകയാണ് ചെയ്തത്. സഹതാപം തോന്നിയ രാമൻ ഉടൻ ഓടിച്ചെന്ന് ആ വില്ലെടുത്തു മാറ്റി രാവണനെ രക്ഷിച്ചു. ഇച്ഛാഭംഗവും അപമാനവും കൊണ്ട് രാവണൻ പിന്നീട് അവിടെ നിന്നില്ല. അടുത്ത ഊഴം രാമൻ്റേതായിരുന്നു. രാമൻ വില്ലിനരികെ ചെന്ന് കൈകൂപ്പി വന്ദിച്ച ശേഷം വിശ്വാമിത്രൻ്റെ നേരെ യാചനാരൂപത്തിൽ ഒന്ന് നോക്കി. മഹർഷിയുടെ മന്ദസ്മിതം അനുമതിയും അനുഗ്രഹവുമായി കണ്ട രാമൻ അടുത്ത ക്ഷണത്തിൽ ആ ചാപം എടുത്തുയർത്തി ഞാണേറ്റുകയും അതിഭയങ്കരമായ ശബ്ദത്തോടെ ആ ശിവചാപം രണ്ടായി ഒടിഞ്ഞ് നിലം പതിക്കുകയും ചെയ്തു. സഭ ഒന്നടങ്കം സ്തംഭിച്ചു പോയിരുന്നു. ജനക മഹാരാജാവും ചദാനന്ദനും രാമനെ ഓടിച്ചെന്ന് ആലിംഗനം ചെയ്തു. വിശ്വാമിത്ര നിർദ്ദേശപ്രകാരം സീത ശ്രീരാമൻ്റെ കഴുത്തിൽ വരണമാല്യം ചാർത്തി. ആചാരപ്രകാരം സീതയെ രാമന് വിവാഹം ചെയ്തു കൊടുക്കുവാൻ ജനക മഹാരാജാവ് തീരുമാനിച്ചു. ജനകൻ അയോധ്യയിലേക്ക് ദൂതന്മാരെ അയച്ചു. തൻ്റെ പുത്രൻ്റെ വിജയവാർത്തയറിഞ്ഞ ദശരഥൻ പത്നിമാരോടും ഭരതശത്രുഘ്നന്മാരും വസിഷ്ഠനും മറ്റു പരിവാരങ്ങളുമായി മിഥിലയിൽ എത്തിച്ചേർന്നു. മകം നക്ഷത്ര ദിവസം ആചാരപ്രകാരം തന്നെ വിവാഹ നിശ്ചയം നടത്തുകയും 3-ാം ദിവസം ഉത്ര നക്ഷത്രത്തിൽ ശുഭമുഹൂർത്തത്തിൽ ശ്രീരാമൻ സീതയെ വിവാഹം കഴിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ജനകൻ ഊർമിളയെ ലക്ഷ്മണനും മണ്ഡവിയെയും ശൂത്രക്രിയയെയും യഥാക്രമം ഭരതശത്രുഘ്നന്മാർക്കും വിവാഹം ചെയ്തു കൊടുത്തു. വിശ്വാമിത്രൻ ദമ്പതിമാരെ അനുഗ്രഹിച്ചു. 4 വിവാഹ മഹോത്സവങ്ങൾ കൊണ്ട് നാടകം ഇളകി മറിഞ്ഞു. എവിടെയും സന്തോഷാരവങ്ങൾ. വിവാഹത്തിന് ശേഷം ജനകൻ്റെ അപേക്ഷ പ്രകാരം
ദശരഥനും മറ്റും കുറച്ചുനാൾ മിഥിലയിൽ താമസിച്ച ശേഷമായിരുന്നു മടങ്ങിയത്. ദശരഥനെയും പരിവാരങ്ങളെയും ജനകൻ ചക്രവർത്തിക്ക് യോജിച്ച വിധത്തിൽ അയോധ്യയിലേക്ക് യാത്രയയച്ചു. അവർ ഉത്സാഹത്തോടെ മടങ്ങി. മിഥില പരിധിവരെ കൂടെ പോയ ജനകൻ തിരികെ മടങ്ങി. വിശ്വാമിത്ര മഹർഷി തപസ്സിനായി ഹിമാലയത്തിലേക്കും തിരിച്ചു. ദശരഥനും രാമലക്ഷ്മണന്മാരും മറ്റും മടങ്ങും വഴി 21 പ്രാവശ്യം ഭൂമി ചുറ്റി ക്ഷത്രിയ വംശത്തെ നശിപ്പിച്ച ഭാർഗവ പരശുരാമന്റെ ആശ്രമ പരിസരം അടുത്തു. പെട്ടെന്ന് ത്രയംബകം വില്ലിൻ്റെ ഞാണലൊഴി കേട്ട് വാസ്തവത്തിൽ ഞെട്ടിപ്പോയ പരശുരാമൻ കോപാഗ്നി ജ്വലിപ്പിച്ചുകൊണ്ട് അവിടെ പ്രത്യക്ഷനായി. മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് തൻ്റെ ഗുരുവായ ശിവന്റെ വില്ലൊടിച്ചതിൽ തെറ്റുകണ്ടെത്തിയ അദ്ദേഹം ക്ഷുഭിതനായി നിന്നു. ദശരഥൻ തേരിൽ നിന്നും ചാടിയിറങ്ങി പരശുരാമന്റെ കാൽക്കൽ വീണ് അനുഗ്രഹത്തിനായി അപേക്ഷിച്ചു. എന്നാൽ ഉപചാരങ്ങളൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ വെൺമഴു ചുഴറ്റിക്കൊണ്ട് ക്രൂദ്ധനായ പരശുരാമൻ അലറി, "ഈ 3 ലോകത്തിലും ഞാനല്ലാതെ മറ്റൊരു രാമനോ? ജനകന്റെ പഴയ ശൈവചാപം ഒടിച്ച നീ ശക്തിമാനെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഈ വൈഷ്ണവചാപം ഒന്ന് കുലയ്ക്ക്. കഴിഞ്ഞില്ലെങ്കിൽ നിന്നെയും നിന്റെ വംശവും ഞാൻ മുടിക്കുന്നതാണ്." ഇത്രയും പറഞ്ഞ് നീട്ടിയ വില്ല് രാമൻ സൗമ്യവനായി ഏറ്റുവാങ്ങി. വില്ലു കുലച്ച് അതിൽ ബാണം തൊടുത്തുകൊണ്ട് പരശുരാമൻ രാമനോടായി പറഞ്ഞു, "ഇത് രാമൻ പ്രയോഗിക്കുന്ന ബാണമാണ്. ഇതിന് ഒരു ലക്ഷ്യം കാട്ടിത്തരണം." ശ്രീരാമൻ വില്ലു കുലയ്ക്കും എന്ന് ബോധ്യമായപ്പോൾ പരശുരാമൻ്റെ മട്ടാകെ മാറിപ്പോയി. ബ്രഹ്മാണ്ഡം ലക്ഷ്യമാക്കിയാൽ അത് തകർത്തേക്കുമെന്നും ഭയന്ന അദ്ദേഹം തൻ്റെ കോപമടക്കി രാമനോട് ഭക്തിയും ബഹുമാനവും തോന്നി. തൻ്റെ തേജസ് അവതാരപുരുഷനായ ശ്രീരാമന് നൽകണമെന്ന വിഷ്ണുവാക്യം പരശുരാമൻ ഓർത്തു. ശാന്തനായി മാറിയ അദ്ദേഹം ശ്രീരാമനെ തൊഴുതുകൊണ്ട് പറഞ്ഞു, "അങ്ങ് ആരെന്നും മനസ്സിലായി. ഇതിനായിരുന്നു ഞാൻ ഇത്രയും കാലം കാത്തത്. 2 രാമന്മാർ വാഴേണ്ട. ഇത്രയും കാലം ഞാൻ ചെയ്ത തപസ്സിൻ്റെ ഫലം ലക്ഷ്യമാക്കി അങ്ങ് ശരം തൊടുക്കുക. ഞാൻ സ്ഥിരതപസ്സിന് പോവുകയാണ്." ശ്രീരാമൻ പുഞ്ചിരിയോടെ അപ്രകാരം ചെയ്തു. പരശുരാമൻ ശ്രീരാമനെ വന്ദിച്ച ശേഷം മഹേന്ദ്ര പർവ്വതത്തിലേക്ക് പുറപ്പെട്ടു. ശ്രീരാമാദികൾക്ക് പിന്നീട് അയോധ്യയിലേക്കുള്ള വഴിയിൽ മറ്റ് തടസ്സങ്ങളൊന്നും നേരിടുകയുണ്ടായില്ല. ദശരഥനും ശ്രീരാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരും അവരുടെ ഭാര്യമാരും അയോധ്യപുരിയെ സമീപിച്ചു. നഗരം മുഴുവൻ അലങ്കരിക്കപ്പെട്ടിരുന്നു. അയോധ്യവാസികൾ ദശരഥികളെ ആഹ്ലാദപൂർവ്വം എതിരേറ്റു. അവർ ആനന്ദത്തോടെ കാലം കഴിച്ചുകൂട്ടി. ഒരിക്കൽ കേകയ രാജ്യത്തു നിന്നും കൈകേയിയുടെ സഹോദരനായ യുധാജിത്ത് അയോധ്യയിൽ വന്നു. കൈകേയിയുടെ പുത്രനായ ഭരതനെയും ശത്രുഘ്നെയും കേകയ രാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാമലക്ഷ്മണന്മാർ അയോധ്യയിൽ കഴിഞ്ഞു. രാജകുമാരന്മാർ 4 പേരും യൗവനയുക്തരായി. ദശരഥനും കുടുംബാംഗങ്ങൾക്കും പ്രജകൾക്കും നാളുകൾ കഴിയുന്തോറും മൂത്ത രാജകുമാരനായ രാമൻ്റെ പേരിൽ സ്നേഹം കൂടി വന്നു. വൃദ്ധനായിത്തീർന്ന ദശരഥൻ രാജ്യഭരണകാര്യങ്ങൾ രാമനെ ഏൽപ്പിച്ച് യുവരാജാവെ അഭിഷേകം നടത്തുവാനും ആയുശേഷം ഈശ്വരചിന്തയിൽ മുഴുകി ഒരു സന്യാസി ജീവിതം നയിക്കുവാനും നിശ്ചയിച്ചു. അതിനായി സാമന്ത രാജാക്കന്മാരെ വരുത്തി രാജസദസ്സ് വിളിച്ചുകൂട്ടി. പ്രജകൾക്കും സന്തോഷമായി. വസിഷ്ഠ മഹർഷി അടുത്ത ദിവസം രാവിലെയുള്ള മുഹൂർത്തത്തിൽ ആ മംഗളകർമ്മം നടത്തുവാൻ ഉപദേശിച്ചു. ദശരഥൻ സുമന്ത്രരെ വിളിച്ച് യുവരാജാഭിഷേക കാര്യം രാജ്യം മുഴുവൻ വിളംബരം ചെയ്യുവാനുള്ള കൽപ്പന കൊടുത്തു. പട്ടാഭിഷേകത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങി. എങ്ങും ആഹ്ലാദം അലതല്ലി. ശ്രീരാമന്റെ പട്ടാഭിഷേക വാർത്ത ഏവരെയും സന്തോഷിപ്പിച്ചപ്പോൾ ഒരാൾക്ക് മാത്രം അതിൽ അസംതൃപ്തിയും ദുഃഖതയുമായി കാണപ്പെട്ടു. കൈകേയിയുടെ ദാസിയായ മന്ദാരയായിരുന്നു അത്. ബ്രഹ്മാവിൻ്റെ നിയോഗത്താൽ അയക്കപ്പെട്ട ദുന്ദുബി എന്ന ഒരു ഗന്ധർവ സ്ത്രീയായിരുന്നു മന്ദാര. കൈകേയിയെ പരിചരിക്കുവാൻ പിതാവായ അശ്വപതി രാജാവ് അയച്ചു കൊടുത്തതായിരുന്നു ഈ മന്ദാരയെ. ഈ അഭിഷേകം എങ്ങനെയെങ്കിലും മുടക്കണമെന്ന ചിന്തയിൽ അവർ കൈകേയിയെ സമീപിച്ചു. രാമാഭിഷേക വാർത്തയുമായി ചെന്ന മന്ദാരയ്ക്ക് കൈകേയി ഉടനെ സന്തോഷപൂർവ്വം ഒരു സമ്മാനം നൽകി. എന്നാൽ രാമൻ യുവരാജാവായി തീർന്നാൽ കൗസല്യയ്ക്കും ലക്ഷ്മണനും സുമിത്രയ്ക്കും ഗുണകരമാവുമെങ്കിലും കൈകേയിയും മകനും അവരുടെ ദാസനുമായി കഴിയേണ്ടി വരുമെന്നും മന്ദാര പറഞ്ഞു ബോധിപ്പിച്ചു. മാത്രമല്ല, ഇപ്രകാരം കൈകേയിയെ തോൽപ്പിക്കാൻ തന്നെ തീരുമാനിച്ചുകൊണ്ടാണ് ഭരതനെയും ശത്രുഘ്നെയും തൽക്കാലം അയോധ്യയിൽ നിന്നും അമ്മാവൻ വിളിക്കുന്നു എന്ന പേരും പറഞ്ഞ് അയച്ചതെന്ന് അവർ കൂട്ടിച്ചേർത്തു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാജ്ഞിയുടെ മനസ്സിന് ഇളക്കം തട്ടി. രാമനേക്കാൾ ഒരു ദിവസത്തിന് ഇളപ്പമുള്ള തൻ്റെ മകൻ ഭരതനെ മകുടാഭിഷേകം നടത്തേണ്ട കാര്യം തന്നോട് ആലോചിക്കുക പോലും ചെയ്യാത്തതിൽ കൈകേയിക്ക് ദുഃഖം തോന്നി തുടങ്ങി. മന്ദാരയുടെ കൗശലവും
വക്രബുദ്ധിയും അവരിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചു. ഒടുവിൽ മന്ദാര പറഞ്ഞതാണ് ശരിയെന്നും കൈകേയി ഉറച്ചു. ഇനി എങ്ങനെ ഇപ്പോഴത്തെ അഭിഷേകത്തിന് വിഘ്നമുണ്ടാക്കും എന്നായി അടുത്ത ചിന്ത. അതിന് മന്ദാര മാർഗം കണ്ടുവച്ചിട്ടുണ്ട്. പണ്ട് ദേവാസുര യുദ്ധം ഉണ്ടായപ്പോൾ ദേവന്മാരുടെ സഹായിയായി ദശരഥനും പോയി. കൂടെ കൈകേയും ഉണ്ടായിരുന്നു. യുദ്ധവേളയിൽ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചും സംരക്ഷിച്ചതിന് പ്രത്യുപകാരമെന്നോണം 2 വരങ്ങൾ കൈകേയിക്ക് നൽകാൻ ദശരഥൻ തയ്യാറായെങ്കിലും അത് തൽക്കാലം ആവശ്യമില്ലെന്നും വേണ്ടി വരുമ്പോൾ ആവശ്യപ്പെട്ടു കൊള്ളാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ആവശ്യപ്പെടുവാനും മന്ദാര ഓർമ്മിപ്പിച്ചു. അതിലൊരു വരം ഭരതന് അഭിഷേകം ചെയ്യാനും മറ്റേ വരം രാമനെ 14 വർഷം വനവാസത്തിന് അയക്കാനും ഉപയോഗിക്കണമെന്നും മന്ദാര സൂചിപ്പിച്ചു. മാത്രമല്ല, രാജാവിനെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യിച്ച ശേഷമേ ഇപ്രകാരം അപേക്ഷിക്കാവൂ എന്നും അത് പ്രകടിപ്പിക്കേണ്ട വിധവും മന്ദാര ഉദ്ദേശിച്ചു. ഇതിനിടെ ഭരതകുമാരനും പട്ടാഭിഷേകത്തിനുള്ള വരം മാത്രം ആവശ്യപ്പെട്ടാൽ പോരെ എന്ന് കൈകേയി മന്ദാരയുടെ ഒരു സന്ദേഹം ചോദിച്ചപ്പോൾ, പോരാ, വരങ്ങൾ 2ഉം ഒരുമിച്ച് ചെല്ലാതെ ഒറ്റയ്ക്ക് പ്രത്യേകം ആവശ്യപ്പെടരുതെന്ന് ദശരഥൻ പറഞ്ഞിട്ടുണ്ടെന്നും മാത്രമല്ല രാമൻ അവിടെയുണ്ടെങ്കിൽ അതിന് തടസ്സമാകുമെന്നും അതുകൊണ്ടാണ് വനവാസം ആവശ്യമായിരിക്കുന്നതെന്നും മന്ദാര കൂർമ്മബുദ്ധിയോടെ ഉണർത്തിച്ചു. മന്ദാരയുടെ ഉപദേശപ്രകാരം കൈകേയി ആഭരണങ്ങളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് മുടിയഴിച്ചിട്ട് വസ്ത്രങ്ങൾ അലങ്കോലപ്പെടുത്തി ദുഃഖവും കോപവും മുഖത്തു വരുത്തി തറയിൽ പോയി കമിഴ്ന്നു കിടന്നു കരയാൻ തുടങ്ങി. സന്തോഷചിത്തനായ ദശരഥൻ അഭിഷേക വർത്തമാനം കൈകേയിയോടും പറയുവാനായി അന്തഃപുരത്തിലേക്ക് ആദ്യം കടന്നു ചെന്നു. അവിടെ കാണാതായപ്പോൾ മറ്റു ദിക്കുകളിലേക്ക് അന്വേഷണം തുടർന്നു. അപ്പോഴാണ് ക്രോധാലയത്തിൽ കിടക്കുന്ന കൈകേയിയെ കണ്ടത്. തൻ്റെ പ്രത്യേക സ്നേഹത്തിന് പാത്രമായിരുന്ന കൈകേയിയുടെ കിടപ്പ് കണ്ടപ്പോൾ ദശരഥൻ വിഷണ്ണനായി. വിങ്ങി വിങ്ങി കരയുന്ന മഹർഷിയുടെ അരികിലിരുന്ന് അദ്ദേഹം കാരണം തിരക്കി. വിഷമം മാറാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഒരുക്കമാണെന്ന് അറിയിച്ചു. കൈകേയിക്ക് അതിൽ പൂർണ്ണ തൃപ്തി തോന്നിയില്ല. ഒടുവിൽ രാമൻ്റെ പേര് പറഞ്ഞു പ്രതിജ്ഞ ചെയ്യിച്ചു. ഉടനെ കൈകേയിയെ താൻ കരുതി വച്ചിരുന്ന വാചകം പുറത്തെടുത്തു. പണ്ട് യുദ്ധസമയത്ത് അങ്ങയുടെ രഥചക്രത്തിൻ്റെ ചാവി തകർന്നു ഊരിപ്പോയപ്പോൾ ആ ദ്വാരത്തിൽ കൈവിരകൾ ചേർത്ത് ഉറപ്പിച്ച് യുദ്ധം പൂർത്തിയാക്കാൻ സഹായിച്ചില്ലേ? അന്ന് എനിക്ക് അനുവദിച്ച 2 വരങ്ങൾ ഇപ്പോൾ ലഭിക്കണം. ഒരു വരം ഭരതന് രാജ്യാഭിഷേകം ചെയ്യണമെന്നതും രണ്ടാമത്തേത് രാമൻ 14 വർഷം വനവാസം ചെയ്യണമെന്നുള്ളതുമാണ്. കൈകേയിയുടെ വിചിത്രമായി ഈ ആഗ്രഹം അറിഞ്ഞ് ധർമ്മസങ്കടത്തിലായ ദശരഥനിൽ പല ചിന്തകളും മാറി മറിഞ്ഞു വന്നുകൊണ്ടിരുന്നു. രാമനോടുള്ള വാത്സല്യം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ത്രിപരിപാലനം ചെയ്യണമെന്ന ആവശ്യം. ഇതിനിടയിൽ പെട്ട അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരവും തളർന്നു. അദ്ദേഹം ഹാ രാമ എന്ന് നിലവിളിച്ചുകൊണ്ട് മോഹാത്സ്യപ്പെട്ട് നിലം പതിച്ചു. അല്പം കഴിഞ്ഞ് ഉണർന്ന ദശരഥൻ കരഞ്ഞുകൊണ്ട് കൈകേയിയോട് കേണപേക്ഷിച്ചു നോക്കി. ആ ശാഠ്യത്തിൽ തന്നെ കൈകേയി ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് ഫലിച്ചില്ല. വീണ്ടും അദ്ദേഹത്തിൻ്റെ ബോധം നശിച്ചു. മറ്റൊരു ഇക്കാര്യങ്ങൾ അറിയാതെ ആ രാത്രി കഴിഞ്ഞുപോയി. പിറ്റേന്ന് രാവിലെ അഭിഷേകം സംബന്ധിച്ച കാര്യങ്ങൾ പറയുവാൻ വസിഷ്ഠനും സുമിത്രരും എത്തിയപ്പോൾ ദശരഥൻ രാമ എന്ന് വിലപിച്ചു കരയുന്നതാണ് അവർ കണ്ട കാഴ്ച. കാര്യം മനസ്സിലാകാത്ത അവർ കൈകേയിയോട് ചോദിച്ചപ്പോൾ രാത്രി മുഴുവൻ രാജാവ് രാമനെ വിളിച്ചു കരയുകയായിരുന്നെന്നും ഉടനെ രാമനെ വരുത്തണമെന്നും അചഞ്ചലമായ ചിത്തമായ പറഞ്ഞു. സുമന്തർ രാമനെ വിളിക്കാൻ പോയി. വസിഷ്ഠ നിർദ്ദേശപ്രകാരം ശ്രീരാമൻ സീതയുമായി ഉപവാസ പ്രാർത്ഥനകളോടെ ആ രാത്രി കഴിഞ്ഞിരുന്നതിനാൽ ഇവിടെ നടന്നുവെന്നും അറിഞ്ഞില്ല. പ്രഭാതത്തിൽ കുളി കഴിഞ്ഞ അഭിഷേകത്തിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ വിളിക്കുന്ന വാർത്ത അറിഞ്ഞത്. ഉടനെ സുമന്ത്രനുമായി അങ്ങോട്ട് പോയി. നിലത്ത് വീണ് കിടന്നിരുന്ന അച്ഛനെയാണ് രാമൻ കണ്ടത്. ആ തല മടിയിൽ വെച്ച് കൊണ്ട് കരയുന്നതിൻ്റെ കാര്യം രാമൻ തിരക്കി. എന്നാൽ കൈകേയിയാണ് അതിന് മറുപടി പറഞ്ഞത്. വിവരം അറിഞ്ഞപ്പോൾ രാമൻ അപ്രകാരം ചെയ്യാൻ സന്നദ്ധനായി. ഉത്തമനായ പുത്രൻ അച്ഛൻ്റെ ആഗ്രഹമറിഞ്ഞ് അതിനെ നിറവേറ്റുന്നവനാണ്. അച്ഛൻ ആവശ്യപ്പെട്ട ശേഷം മാത്രം അനുസരിക്കുന്നവൻ 2ാം തരക്കാരനും. ഇതായിരുന്നു രാമൻ്റെ മനോഗതം. രാമൻ കൈകേയിയോട് പറഞ്ഞു, അമ്മയുടെ ഈ ആഗ്രഹം എന്നെ നേരിട്ടറിയിച്ചിരുന്നെങ്കിൽ അച്ഛന് ഈ വൈഷമ്യം അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല. ഏതായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി മറ്റൊന്നും ചിന്തിക്കേണ്ട. ഞാൻ കാനനവാസത്തിന് തയ്യാറാണ്. അച്ഛൻ്റെ സത്യധർമ്മപാലനം ഈ പുത്രൻ്റെ ധർമ്മമാണ്. ഭരതനെ യുവരാജാവായ അഭിഷേകം നടത്തുവാൻ ഞാൻ സമ്മതിച്ചതായി അമ്മ അച്ഛനെ അറിയിക്കണം. അവൻ ചക്രവർത്തിയായിരിക്കുവാൻ എന്തുകൊണ്ടും യോഗ്യനാണ്. താൻ അമ്മയോടും സീതയോടും കാര്യം അറിയിച്ച് മടങ്ങി വന്നുകൊള്ളാമെന്നും പറഞ്ഞ് ദശരഥൻ്റെ പാദങ്ങൾ തൊട്ടു വന്നിച്ച ശേഷം രാമൻ പോയി. അച്ഛനെപ്പോലെ തന്നെ വനത്തിലേക്ക് രാമനെ അയക്കുവാൻ കൗസല്യക്ക് സമ്മതമില്ലായിരുന്നു. എന്നാൽ അച്ഛൻ്റെ സത്യസന്ധത പാലിക്കുന്നതിൽ
വിഘ്നം വരുത്താതെ നോക്കേണ്ട കടമ തനിക്കുണ്ടെന്ന ആവശ്യം രാമൻ അമ്മയെ പറഞ്ഞു മനസ്സിലാക്കി. ഒടുവിൽ സങ്കടത്തോടെയാണെങ്കിലും ആ മാതാവ് അതിന് അനുവാദം നൽകി. പിന്നീട് സീതയുടെ സമീപത്തേക്കാണ് രാമൻ ചെന്നത്. എല്ലാ വിവരങ്ങളും വിസ്തരിച്ചു പറഞ്ഞ ശേഷം അമ്മയെയും അച്ഛനെയും ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെ കഴിയുവാൻ രാമൻ നിർദ്ദേശിച്ചു. കാട്ടിലേക്ക് താനും കൂടി പോരുന്നുവെന്നും പറഞ്ഞ് സീത കരയാൻ തുടങ്ങി. രാമൻ പല തടസ്സവാദങ്ങളും ഉന്നയിച്ചെങ്കിലും സീത ആത്മഹത്യ ചെയ്തു കളയുമെന്നും വരെ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ രാമന് സമ്മതിക്കേണ്ടി വന്നു. ലക്ഷ്മണൻ ഇതെല്ലാം അറിഞ്ഞപ്പോൾ ദേഷ്യം കൊണ്ട് വിറച്ചുപോയി. സ്വതവേ കോപിഷ്ഠനായ ലക്ഷ്മണൻ അലറി, വൃദ്ധനായ അച്ഛനെയും ദുഷ്ടയായ കൈകയെയും തടവറയിലാക്കിയെങ്കിലും ഞാൻ ജ്യേഷ്ഠൻ്റെ പട്ടാഭിഷേകം നടത്തും. പക്ഷേ ശ്രീരാമൻ്റെ സന്ദർഭോചിതമായ സ്നേഹ സംഭാഷണം മൂലം ആ കോപന കെട്ടടങ്ങി. കോപം മൂലമുണ്ടാകുന്ന ധർമ്മക്ഷയത്തെപ്പറ്റി രാമൻ ഉപദേശിച്ചു. ലോകത്തിലെ സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, അസ്ഥിരത, അന്തസ്സാരയില്ലായ്മ എന്നിവയെപ്പറ്റിയും സത്യധർമ്മങ്ങൾ തുടങ്ങിയവയുടെ മാഹാത്മ്യവും രാമലക്ഷ്മണനെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. എങ്കിൽ ശ്രീരാമനോടൊന്നിച്ച് താനും വനത്തിലേക്ക് വരുന്നുണ്ടെന്ന് ലക്ഷ്മണൻ ആഗ്രഹത്തോടെ പറഞ്ഞു. ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തിയമ്മയെയും ശുശ്രൂഷിക്കുവാൻ താൻ ഒരുക്കമാണെന്ന് ലക്ഷ്മണൻ ആവർത്തിച്ചു പറഞ്ഞു. ഒടുവിൽ രാമൻ സമ്മതിച്ചു. രാജ്യം മുഴുവനും ദുഃഖസാഗരത്തിലായി. പെട്ടെന്ന് തന്നെ രാമൻ്റെ അനുചരപ്രകാരം സീതാദേവിയും ലക്ഷ്മണനും അനന്തപുരിയിലേക്ക് പോയി. കാനന ജീവിതത്തിന് അനുയോജ്യമായ വസ്ത്രങ്ങൾ ധരിച്ച് മടങ്ങി വന്നു. ലക്ഷ്മണൻ ഭരതൻ്റെ ഭാര്യയായ മണ്ഡവിയെ കൗസല്യയെ ഏൽപ്പിച്ചു. രാവണൻ സീതയും ധരിക്കുവാനുള്ള മരൂരി കൈകേയി തന്നെ കൊടുത്തു. സുമന്തർ തേർയാത്രയ്ക്ക് സന്നദ്ധമായി നിർത്തി. രാമനും സീതയും ലക്ഷ്മണനും അച്ഛനന്മാർ വന്നിച്ച ശേഷം തേരിൽ കയറി. അവർ 14 കാലത്തെ വനവാസത്തിനായി പുറപ്പെട്ടു. അവരോടൊന്നിച്ച് അയോധ്യ നഗരം കഴിയുന്നത് പോലെ നിരവധി പൗരന്മാരും അനുഗമിച്ചു. ഗംഗാ നദിക്കരയിലെത്തിയ അവർ അന്ന് രാത്രി അവിടെ തങ്ങിയ ശേഷം രാമനും സീതയ്ക്കും കിടന്നുറങ്ങാൻ ലക്ഷ്മണൻ ഒരു മരച്ചുവട്ടിൽ ഒരു പുൽമെത്തയുണ്ടാക്കി. ശൃംഗവേര പൂരത്തിലെ നിഷാദരാജാവും ശ്രീരാമഭക്തനുമായ ഗുഹൻ അവരെ സൽക്കരിച്ചു. പൗരന്മാരെല്ലാവരും കൂടി കാട്ടിലേക്ക് വന്നാൽ തനിക്കും അവർക്കും അസൗകര്യവും ബുദ്ധിമുട്ടും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ രാമൻ അവരെ സൂത്രത്തിൽ തിരിച്ചയക്കുവാൻ നിർബന്ധിതനായി. സുമന്ത്രനെയും മടക്കി അയച്ചു. പിറ്റേന്ന് ഗുഹൻ്റെ തോണിയിൽ കയറി അവർ കാട്ടിലേക്ക് യാത്ര തിരിച്ചു. അവർ പിന്നീട് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലാണ് എത്തിയത്. യമുനാ നദിയും കടന്ന അവർ ചിത്രകൂടത്തിൽ വാസമുറപ്പിച്ചു. ചിത്രകൂടം ഒരു സുന്ദരവനമായിരുന്നു. താമസ നദിയുടെ തീരാഭാഗത്തായിട്ടാണ് വാൽമീകി മഹർഷിയുടെ ആശ്രമം. അവിടെ ചെന്ന ശ്രീരാമനെ വാൽമീകി സ്വീകരിച്ചു, പൂജിച്ചു, ഫലമൂലാദികൾ നൽകി ആദരിച്ചു. കുറച്ചുനാൾ ആശ്രമത്തിൽ കഴിയണമെന്നുള്ള ആഗ്രഹം രാമൻ പ്രകടിപ്പിച്ചു. തൻ്റെ ആരാധ്യദേവൻ തന്നെ ഇടത്തിയിരിക്കുന്നു, ഇതിൽ കൂടുതൽ എന്ത് സന്തോഷം ഇനിയുണ്ടാകില്ല. അദ്ദേഹം രാമലക്ഷ്മണന്മാരെ കൂട്ടി ചിത്രകൂട പർവ്വതത്തിൻ്റെയും ഗംഗയുടെയും ഇടയിലുള്ള ഒരു പുണ്യസ്ഥലത്തെത്തി. അവിടെ പർണശാല നിർമ്മിക്കുവാൻ നിർദ്ദേശിച്ചു. 2 പർണശാലകൾ അവിടെ നിർമ്മിക്കപ്പെട്ടു. ഒന്നിൽ ശ്രീരാമനും സീതയും, മറ്റൊന്നിൽ ലക്ഷ്മണനും